2019 കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ ഒരു പ്രകാശം പോലെ തിളങ്ങുന്ന വായനാ ദിനം. മലയാള ഭാഷയുടെ പൊതുവായ്പിന്റെ വഴികാട്ടിയായ PN പണിക്കരുടെ സ്മരണയ്ക്കായി ആചരിക്കുന്ന ദിനം അറിവിന്റെ വാതിലുകൾ തുറക്കാൻ ഓരോ വ്യക്തിയെയും പ്രേരിപ്പിക്കുന്നു. വായനാ പഠനം വിജ്ഞാനം എന്ന ആത്മമന്ത്രവുമായി കേരളത്തെ ഒരു സാംസ്കാരിക വിപ്ലവത്തിലേക്ക് നയിച്ച അദ്ദേഹത്തിന്റെ കർമ്മപദം ഇന്നും സമകാലികമാണ്. പുസ്തകത്തിന്റെ മൗനത്തിലൂടെ മനുഷ്യന്റെ ഉള്ളിലെ വെളിച്ചത്തെ തെളിയിക്കുന്ന ഒരു വേദിയായി മാറുകയാണ് ഈ ദിനം. കുട്ടികളിൽ നിന്നും മുതിർന്നവരിലേക്കും ഓരോ വായനയും ചിന്തയിലേക്കും അറിവിലേക്കും മാനുഷികതയിലേക്കും ഉയരാനുള്ള ഒരു കുതിപ്പാകട്ടെ. അതാണ് വായനാ ദിനം നമ്മോട് പറയുന്നത്. ഒരു പുസ്തകം വായിക്കുന്ന ഓരോ നിമിഷവും ഒരു പുതിയ ലോകം തുറക്കുന്ന കിളിവാതിലായിരിക്കും. വായന ഒരു ശീലമാക്കുക, അറിവ് ഒരു ആധാരമാക്കുക എന്നത് ഈ ദിനത്തിന്റെ ഒരു മുഖ്യ സന്ദേശമാണ്. പൊതുവായനയുടെ പിതാവെന്ന് പറയപ്പെടുന്ന PN പണിക്കർ, പുതുവയൽ നാരായണ പണിക്കർ മലയാളത്തിന്റെ വായനാ ചരിത്രത്തിൽ അഭിമാനമായി നിലകൊള്ളുന്ന വ്യക്തിയാണ്. വിദ്യാഭ്യാസം, വായന, ഗ്രന്ഥശാലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു സാമൂഹിക വിപ്ലവം തീർത്തു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നും അനുസ്മരണീയമാണ്. PN പണിക്കർ നയിച്ച വായനശീലവൽക്കരണ പ്രസ്ഥാവനം പിന്നീട് കേരള ഗ്രന്ഥശാല പ്രസ്ഥാവനമായി വികസിച്ചു. 1945 അദ്ദേഹം സ്ഥാപിച്ച കേരള ഗ്രന്ഥശാല സംഘം കേരളത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലേക്കും അറിവിന്റെ വെളിച്ചമെത്തിച്ചു. അദ്ദേഹത്തിന്റെ ചിട്ടയായ കൽനട യാത്രകളും വായിച്ചു വളരാം എന്ന സന്ദേശവും ഒന്ന് ഉൾക്കൊള്ളാം. വായന മനുഷ്യന്റെ ഭൗതിക വളർച്ചയ്ക്കുള്ള ധാരയാണ്. അറിവിന്റെ ആകാശത്തേക്ക് ഉയരാൻ വായന ഒരു ചെറുതുപോലെയാണ്. പുസ്തകങ്ങൾ നമ്മെ പുതിയ ലോകത്തേക്ക് നയിക്കുന്നു. കാലത്തിന്റെ ഭിത്തികൾ താണ്ടി പഴയതും പുതിയതും ചേർന്ന അനുഭവങ്ങളുടെ സമ്പത്ത് നമുക്ക് ലഭിക്കുന്നത് വായനയിലൂടെ തന്നെയാണ്. വായന ആശയങ്ങളെയും മൂല്യങ്ങളെയും അറിയാൻ ഉപകരിക്കുന്നു. ലോകത്തെ മനസ്സിലാക്കാനും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതം അനുഭവിപ്പിക്കാനും അത് സഹായിക്കുന്നു. വായന മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത. വായന ഒരു വ്യക്തിയുടെ ആത്മീയവും ഭൗതികവുമായ വളർച്ചയ്ക്ക് മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ പുരോഗതിക്കായും അനിവാര്യമാണ്. ഇന്ന് നാം നേരിടുന്ന പല വ്യത്യസ്തഗതികളും ഭൗതികവത്കരണം, അസഹിഷ്ണുത, തെറ്റായ വിവരങ്ങൾ എല്ലാത്തിനും ഉത്തരമാണ് അറിവ്. അതിന്റെ അടിസ്ഥാനം വായനയിലൂടെയാണ്. വായന മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാകുന്നത് എന്തുകൊണ്ടാണ്? ചിന്തനശേഷികളും വിശകലന ശേഷിയും വളർത്താൻ. അതിവേഗമായ വാർത്താ പ്രവാഹങ്ങളിലെയും മീഡിയ വെല്ലുവിളികളിലെയും സത്യസന്ധതകൾ തിരിച്ചറിയാൻ നാം വായനയെ ആശ്രയിക്കേണ്ടി വരും. പുതിയ തലമുറയെ ബോധവാന്മാരാക്കാൻ. ക്ലാസ് മുറികളുടെ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് അറിവ് കൊണ്ടുപോകുന്നത് വായനയിലൂടെ മാത്രമാണ് സാധ്യമാകുന്നത്. മനുഷ്യത്വം വളർത്താൻ. സാഹിത്യവും ആത്മകഥകളും ചരിത്രവും വായിക്കുന്നത് മനുഷ്യന്റെ അനുഭവങ്ങളെയും അനുഭവശേഷിയെയും ഗൗരവത്തോടെ കാണാൻ ശീലിപ്പിക്കുന്നു. ഭാവിയിലേക്ക് ഒരു അറിവ് സമൂഹം സൃഷ്ടിക്കാൻ. അറിവ് പകർന്നു നൽകാൻ സാധിക്കേണ്ട ഏകമാർഗം വായനയുടെ തുടർച്ചയിലൂടെ മാത്രമാണ്. ഒരു പുസ്തകം തുറക്കുമ്പോൾ ഒരു ജനം ഉണരുന്നു. വായനയുടെ ദീപം ഒരിക്കലും കെടുത്തരുത്. അതാണ് നാളെയുടെ ദിശാനിർദ്ദേശം. ഇന്നത്തെ വായന വെറും ഗദ്യകവനങ്ങളിലോ പാഠപുസ്തകങ്ങളിലോ ഒതുങ്ങുന്നില്ല. ടെക്നോളജിയുടെ കുതിപ്പിൽ പുസ്തകത്തിന്റെ രൂപം മാറിയെങ്കിലും അതിന്റെ ആത്മാവ് ഇന്നും അത്രമേൽ ഉജ്ജ്വലമാണ്. ഈ ബുക്കുകളും ഓഡിയോ ബുക്കുകളും ബ്ലോഗുകളും ആർട്ടിക്കിളുകളും വായനയുടെ ആധികാരികതയെ തൊട്ടറിയുന്നു. ഇന്നത്തെ വായന ഒരു പ്രശ്ന പരിഹാര ഉപാധിയാകുന്നു. അറിവ് തേടലിന്റെ, അഭിപ്രായ രൂപീകരണത്തിന്റെ, വ്യക്തി വികസനത്തിന്റെയും മുഖ്യവർഗമായി മാറുന്നു. വായനയുടെ ഭാവി അതിന്റെ രൂപരൂപാന്തരങ്ങളിലല്ല, പക്ഷേ അതിന്റെ ഉദ്ദേശത്തിലുണ്ട്. മതിലുകൾ തകർത്ത് ലോകത്തോട് സംഭാഷണം നടത്താൻ വായന കൊണ്ട് നമുക്ക് കഴിയുന്നു. ആധുനിക യുവതലമുറയ്ക്ക് ഓരോ വായനകളും ഒരു ചിന്താജ്വാലയായി ഉത്പാദനാത്മകത, നവചിന്ത, സഹവർത്തിത്വം, നയതന്ത്രം എന്നിവയ്ക്ക് നിമിത്തമാകുന്നു. ഇന്നലെ വായിച്ചവൻ ഇന്ന് സംസാരിക്കുന്നു, ഇന്ന് വായിച്ചവൻ നാളെ മുന്നേറ്റം നയിക്കുന്നു.